എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഭയങ്കര ഓട്ടത്തിലായിരുന്നു ഞാൻ. പാറുവിൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് സാരിയൊക്കെ തേക്കാമെന്ന് വിചാരിച്ചിട്ടേ കിടന്നു. 4:30 4:35 ആയപ്പോൾ ഉറക്കം തെളിഞ്ഞു. 5 മണിക്ക് മൊബൈലിൽ അലാറമുണ്ട്. അപ്പോൾ ഈ അലാറം അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കിടന്നു. 5 മണിക്ക് എഴുന്നേറ്റാൽ മതി 6 മണിയുടെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ വീണ്ടും എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നു. ഉറങ്ങിപ്പോയി. എന്നിട്ട് എഴുന്നേറ്റ് എപ്പോഴാണെന്നറിയോ? 5:50 ആയപ്പോൾ. അയ്യോ, അനുഭവിച്ച ടെൻഷൻ. അതുപോലെ അക്കൗണ്ടിലാണ് കിടക്കണം 500 രൂപ. അത് അക്കരെ പോകണം ATM നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ATM നിന്ന് എടുക്കാൻ അക്കരെ വരെ പോകണമെങ്കിൽ കുറേ നടക്കാനുണ്ട്. അപ്പോൾ ആ നേരത്തെ ഏത് വണ്ടി പിടിച്ചാലേ വരിക? ഓട്ടോറിക്ഷ വല്ലതും വരുമോ വിളിച്ചാലും ആ സമയത്ത്? അങ്ങനെ മോളോട് ചോദിച്ചു, ശാലിനോട്, അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എനിക്കൊരു 500 രൂപ തരാൻ? അല്ല, അക്കൗണ്ടിൽ കയ്യിൽ പൈസ ഉണ്ടോ അമ്മ അക്കൗണ്ടിൽ തരാൻ? അപ്പോൾ അവിടെ ഇല്ല, കയ്യിൽ പൈസ ഇല്ല. പിന്നെ വേഗം ഞാൻ സാരി ഒന്നും തേച്ചില്ല കേട്ടോ. സാരി തേക്കാണ്ട് ബ്ലൗസ് തേച്ചു. അങ്ങനെ ഒന്നും കഴിക്കാണ്ട് 1 കപ്പ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഓടി മരൂട്ടിച്ചാൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഓട്ടോറിക്ഷയുടെ കിടക്കുന്നുണ്ട് പേട്ടയിൽ. അപ്പോൾ അതിലൊരു വണ്ടി പിടിച്ച് ATM പോയി പൈസ എടുത്ത് നോക്കുമ്പോൾ ബസ് പോയി. 7 മണിക്കുള്ള ബസ്. അന്നേരം അടുത്ത ജംഗ്ഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ ചെല്ലുമ്പോൾ ആ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് കണ്ടു. ഇവിടുന്ന് പോയി ബസ് കണ്ടു. പിന്നെ ആ ബസ്സിൽ കയറി കിടന്ന ഗുരുവായൂർ ബസ്സിൽ ചാടിക്കയറി. എൻ്റെ പൊന്നു തമ്പുരാനെ, ഏതിലൊക്കെയാ പാവറട്ടി, ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കൂടി അറിവും കേട്ടിട്ടുമില്ല പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ഈ ബസ് പോവുക. അതും ചെറിയ റോഡ്. ഒരു വണ്ടി എതിരെ വന്നാൽ കൊടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഹോണടിച്ചാണ് പോണത്. എന്തായാലും വേണ്ടില്ല, നമ്മൾ പെട്ടുപോയില്ലെന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്നു. ഏതായാലും അവർ വരുന്നതിന് മുമ്പ് ഞാനെത്തി. 10 മണിയാണ് സമയം പറഞ്ഞേക്കണത്. അപ്പോൾ സമയമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് അവരെ വിളിക്കാം, എവിടെ എത്തി ചോദിച്ചിട്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഞാനെന്നിട്ട് അമ്പലത്തിൻ്റെ ആ നടപ്പന്തലുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഞാനിങ്ങനെ മനസ്സിന് തൃപ്തിയുള്ളൊരു ഹോട്ടൽ കിട്ടണേ ഭഗവാനെ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹോട്ടൽ. എന്നിട്ട് ഞാൻ ഒരു ഇഡ്ഡലിയും ഒരു ചായയും കഴിച്ചു. ഒരു ഇഡ്ഡലി ഒരു ചായയും. അപ്പോൾ അതിന് 24 രൂപ. അത് കഴിച്ചിട്ട് ഞാനിങ്ങനെ കുറേ നേരം പോയി ശ്രീകോവിലിൻ്റെ നേരെ ഇങ്ങനെ അവിടെ ഭണ്ഡാരമുണ്ട്. അതിൻ്റെ QR കോഡൊക്കെ വെച്ചിട്ടാട്ടോ ഭണ്ഡാരം വന്നേക്കണത്. ഇപ്പോൾ അവിടെ പോയിട്ട്, കാരണം എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ, ഒരു പൈസ ഇടുന്ന, കോയിൻ ഇടുന്ന അല്ലെങ്കിൽ നോട്ട് ഇടുന്ന ഒരു ഭണ്ഡാരമുണ്ട്. അതിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ട് QR വെച്ചിട്ട് 2 എണ്ണം. അപ്പോൾ അവിടെ നിന്നു ഞാൻ അവരെ കാത്ത്. അങ്ങനെ അവർ വന്നു. അവർ വന്നിട്ട് കറണ്ട് പോയി. അവരെ കാത്ത് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവരെത്തിയിട്ട് ഞങ്ങൾ വേഗം അകത്ത് പോയി. ഓൺലൈനായിട്ട് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അകത്ത് പോയി കുഞ്ഞിന് ഊണ് കൊടുത്ത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം ഉള്ളിൽ കയറി പോയി തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെയൊക്കെ നമുക്ക് ഉള്ളിൽ കയറി കണ്ണനെ കാണാനായിട്ട് പറ്റിയില്ല. കാരണം കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് പറ്റി, അമ്മയ്ക്കും കുഞ്ഞിനും. എന്നിട്ട് ഞങ്ങൾ തുലാഭാരം നടത്തി. വെണ്ണ കൊണ്ടും കദളിപ്പഴം കൊണ്ടും തുലാഭാരം ചെയ്തു. ഞാനേതായാലും കുന്നംകുളത്തേക്കില്ല, തിരിച്ച് മറുപടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പൊക്കോ, അവർ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്നു, ഒരു വെള്ളിയും മൂന്നിക്ക്. നിങ്ങൾ പൊക്കോ, ഞാൻ ഭഗവാന്റെ അന്നദാനം കഴിച്ചിട്ട് ഞാൻ മറുപടി പൊക്കോളാം, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച തിരക്കുകളേ ഇല്ല അവിടെ. നല്ല സമാധാനത്തിൽ കയറി തൊഴാനൊക്കെ പറ്റും വേണമെങ്കിൽ. അപ്പോൾ അവരും കൂടി അന്നദാനം കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യൂവിലേക്ക് പോണ സമയത്ത് പാറുവും ജിഷ്ണുവും കൂടി കുഞ്ഞിനെ ഫീഡിങ് നടത്താൻ വേണ്ടിയിട്ട് ഫീഡിങ് റൂം നോക്കി നടന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വരി പോയി നിന്നു. അവർ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും വന്നു. അകത്ത് കയറി ഭക്ഷണം കഴിച്ചു.
സുഖമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞിനൊരു കിലുക്കി വാങ്ങിച്ചു കൊടുത്ത് അവർ അവരുടെ വഴിക്ക് പോയി. ഞാൻ ഇങ്ങോട്ട് വന്നു. നേരം പോവാറായി. എത്തിയപ്പോൾ വന്ന് അടിച്ചു വാരി കുളിച്ച് വിളക്ക് വെച്ചു. 2 ദോശ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസം കിട്ടി. ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റി. പിന്നെ കണ്ടോ